ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ നേസ നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. നേസ നായനാർ കാമ്പിലി സ്വദേശിയായിരുന്നു. അദ്ദേഹം ഒരു നെയ്ത്തുകാരനായിരുന്നു. വളരെ ലളിതമായ ജീവിതം ജീവിച്ചു പോന്നു. അദ്ദേഹത്തിന് ഭഗവാനോടുള്ള ഭക്തി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഭഗവാന്റെ പാദപത്മങ്ങളിൽ മനസ്സ് ഉറപ്പിച്ചിരുന്നു. ചുണ്ടുകൾ എപ്പോഴും പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൈകൾ എപ്പോഴും ഭക്തരെ സേവിക്കുന്നതിലായിരുന്നു. ഈ 3 ഗുണങ്ങളും അദ്ദേഹത്തിന് ഭഗവാന്റെ കൃപ നേടിക്കൊടുത്തു. സിരാപ്പുള്ളി നായനാരെ കുറിച്ച് നാം മനസ്സിലാക്കിയപ്പോൾ ഭഗവാന്റെ നാമത്തിന്റെ മഹത്വം നാം അറിഞ്ഞതാണ്. മന്ത്രത്തിന്റെ നിരന്തരമായ ആവർത്തനം ദിവസം മുഴുവനും ഭഗവാനെ ഓർമ്മിക്കാൻ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ്. നാം എന്താണ് ചെയ്യേണ്ടത്? ഉണർന്നയുടൻ അരമണിക്കൂർ മാനസികമായി മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുക. പിന്നെ ഓരോ ജോലി ചെയ്യുമ്പോഴും അതിൽ കുറച്ച് നിമിഷങ്ങളെങ്കിലും മനസ്സിൽ മന്ത്രം ഉരുവിടുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കത്തിൽ പോലും മനസ്സ് മന്ത്രജപത്തിലായിരിക്കും. ഇത് ദൈവ സാക്ഷാത്കാരത്തിലേക്കുള്ള വാതായനം തുറന്നിടുകയും ചെയ്യും. അങ്ങനെ മന്ത്രജപത്തിലൂടെയും യോഗയിലൂടെയും ഭഗവാന്റെ പാദം ചേരാൻ നേസ നായനാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓം ശിവശക്തിഐക്യ രൂപിണി നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.